ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കാം കേട്ടോ. ഗൗതം ദേഷ്യം വന്നിട്ട് ഇന്നലെ വസുവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ നിർമ്മലാൻ്റി നിധിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഗൗതം പോയിട്ടുണ്ട്, ഭയങ്കര ദേഷ്യത്തിലാണ് പോയിട്ടുള്ളത്. ആ പോണ പോക്ക് കാണുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അയ്യോ ഞാൻ വേഗം പോയി തടയട്ടെ എന്ന് പറയുന്നുണ്ട്, ആ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നണില്ല നീ തടഞ്ഞാൽ നിൽക്കുന്നുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ആണെങ്കിൽ വേഗം വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി കയറാൻ, അങ്ങനെ വീട്ടിലേക്ക് കയറാൻ, ഇഷ്ടമംഗലത്തിൽ കയറാൻ നിൽക്കണ നേരത്തെ ഗൗതം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അന്ന് ലാസ്റ്റ് പോണ പോക്കിൽ പറഞ്ഞ ഡയലോഗ്സും അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ദേഷ്യത്തിൽ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രണവും ശിവാനിയും അവിടെ ഇരുന്ന് പിന്നെ വർത്തനം പറഞ്ഞിട്ട് സെറ്റിലിരുന്നിട്ട്, അപ്പോൾ ഈ ഗൗതമിനെ കണ്ടപ്പോൾ ചേട്ടൻ വന്നു എന്ന് പറഞ്ഞിട്ട് പ്രണവ് ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പാറു ഓടി വരുന്നുണ്ട്. എൻ്റെ മോൻ വന്നു എന്ന് വെച്ചിട്ട് പാറു കെട്ടിപ്പിടിക്കും, കരച്ചിലൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഗൗതമാണെങ്കിൽ ഒക്കെ ദേഷ്യത്തില്ല, വിളിക്കവരെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പാറു ചോദിക്കുന്നത്, നീ എന്നെ കാണാനല്ലേ വന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, ഞാൻ ഇവിടെ നിങ്ങളെ കാണാൻ ഇവിടെ കയറി താമസിക്കാനും വന്നതല്ല, അവരെ വിളിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിളിക്ക് പാറു എന്ന് പറയുന്നുണ്ട് ദേഷ്യം വന്നിട്ട്. അപ്പോൾ പാറു വിളിക്കുന്നുണ്ട് വസുന്ധരനെ കേട്ടോ. അവരെനിക്ക് നല്ലൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, അതിന് നന്ദി പറയണേ, വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവാനിക്ക് സന്തോഷമായി. ശിവാനി മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിധി വിട്ടു പോയിട്ടുണ്ട്, ആ ദേഷ്യത്തിലാണ് ഗൗതം അങ്ങോട്ട് വന്നിരിക്കണേ എന്നുള്ളതിലാണ് കേട്ടോ. ആ ന്യൂസ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ ശിവാനി. അപ്പോൾ ഗൗതമല്ലേ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ പെട്ടെന്ന് പറയേണ്ടി, ആ ന്യൂസിനാണല്ലോ ഞാൻ കാത്തിരുന്നത്, പിന്നെ ഇവനിപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഗൗതം ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നിധി പോയിട്ടുണ്ട്, ആ ഒരു ഇതിലാണ് ഇവിടെ വന്നിട്ട് ചൂടാവണത് എന്നുള്ളതിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വസു കൂടി വരുന്നുണ്ട്. വസു വന്നിട്ട്, ഗൗതം വന്നോ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, ഇതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നത്, ചെയ്യേണ്ടതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ നാടകം നടിക്കാൻ എന്നിട്ട് എന്നെ സ്നേഹിക്കാൻ വരുന്നു. ഈ പൈസ അങ്ങോട്ട് മുഖത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ തന്ന പൈസ, എന്നെ വിട്ട് നിധി പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്ന പൈസ എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഇതെന്താന്ന് അറിയാണ്ട് പാറും പ്രണവും ഒക്കെ ഇങ്ങനെ നോക്കിക്കാണ് കേട്ടോ. അപ്പോൾ ഗൗതം എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വസു സ്കൂളിലേക്ക് ചെന്നതും നിധിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതും രാജശേഖരനെ വിളിച്ചിട്ട് പൈസ ഏർപ്പാടിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ പാറുവിനും പ്രണവനും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി ഹാപ്പിയാണ്. ശിവാനി പറയട്ടെ, എങ്ങനെയും വേണ്ടില്ല, എൻ്റെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ നിധിയുടെ ശല്യം എനിക്കുണ്ടാവില്ലല്ലോ. അപ്പോൾ പാറു ദേഷ്യം വന്നിട്ട് വസുന്ധര വിളിക്കുന്നുണ്ട്. വസുന്ധര, എന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? പൈസ കൊടുത്തിട്ട് മക്കളെ പിരിക്കാൻ നോക്ക്, നിധി ഇല്ലാണ്ട് ഗൗതമിന് ജീവിക്കാൻ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ചേട്ടത്തി, ഞാനിത് എന്തിനൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും മിണ്ടാതിരിക്കുക എന്ന് പറയണ്ടേട്ടോ പാറു. നീ ഇത് എന്തിനു വേണ്ടി ചെയ്താലും വേണ്ടില്ല, തെറ്റ് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ കുടുംബത്തിൻ്റെ സമാധാനം കെടുത്താൻ നോക്കണം. അപ്പോൾ നമ്മുടെ പ്രണവ് പറയുന്നുണ്ട്, ആൻറ്റി എന്ത് പണിയെ കാണിച്ചു വെച്ചിരിക്കണേ, ഇതൊന്നും ശരിയല്ല. ചേട്ടനും ചേച്ചി എന്ന് പറഞ്ഞ റോൾ മോഡലാണ്, അവർ പോയിട്ട് കാശ് കൊടുത്ത് പിരിക്കാൻ നോക്ക്. ഏടത്തി വിഷമിക്കുന്നത് മാത്രമേ ചേച്ചിക്ക് ആൻറ്റിക്ക് കുഴപ്പമുള്ളൂ, കാണണ്ടോ? ചേട്ടൻ്റെ വേദന എന്താ മനസ്സിലാക്കാത്തത്? അപ്പോൾ പ്രണവ് ഇതൊക്കെ പറയുമ്പോൾ ശിവാനി പിന്നിൽ നിന്നിട്ട് പിറുപിറുക്കണം കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് വസുന്ധരൻ്റെ അടുത്ത്, അത് എൻ്റെ നിധി എവിടേക്കാണ് പോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഫോൺ ചെയ്താലും എടുക്കണില്ല, എൻ്റെ നിധീനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. അപ്പോഴും വാസു തന്നെയാണ് പറയണേ കേട്ടോ. അവളുടെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് എന്താ ലാഭം? അവൾ നിന്റെ ജീവിതത്തിലേക്ക് എപ്പോൾ കടന്നു വന്നോ അന്ന് മുതൽ തുടങ്ങിയത് നിന്റെ കഷ്ടകാലം. നിനക്ക് ഞാൻ നല്ലതാണ് ചെയ്തു വെച്ചത് മോനെ. അവൾ നിന്റെ ജീവിതത്തിൽ നിന്ന് പോണതോർത്ത് നീ സന്തോഷിക്കേ, തൊലഞ്ഞു പോയില്ലോ എന്നുള്ള വെച്ച് സമാധാനമായിട്ടിരിക്കേ. നിധീനെ കല്യാണം കഴിക്കാനായിട്ട് മോനെ നീ രാജാവായിരുന്നുടാ. എപ്പോൾ അവൾ നിന്റെ കൈ പിടിച്ചോ അപ്പം നീ തെരുവിലായി. കാശില്ലാണ്ട് ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കണം. അവൾ എന്ത് ജോലി ചെയ്യാന്ന് എനിക്കറിയോ? അവിടെ സ്കൂളിൽ പോയിട്ട് ടോയ്ലറ്റ് കഴുകുക. നീ ചെറുപ്പത്തിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ച് നിന്നപ്പോഴേ നിന്റെ കൈ പിടിച്ചിട്ട് ഞാനാണ് ബിസിനസ് ലോകത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ എല്ലാം പോയി. ഇതേ ഗൗതം ഇങ്ങോട്ട് നോക്ക്, നിന്റെ കരിയർ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യണമെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നീ എപ്പോൾ എൻ്റെ കൈ വിട്ടു പോയോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കണത്. ആകെ തകർന്ന് ചിഹ്നം ഭിന്നമായി നിൽക്കുക നീ. അതൊക്കെ പോട്ടെ, എന്തായാലും നിധീനെ വിട്ട് പിരിഞ്ഞല്ലോ, ഇനി നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. നിനക്ക് ചേർന്നൊരു പെണ്ണിനെ കണ്ടിട്ട് ഞാൻ നിനക്ക് കല്യാണം ചെയ്തു തരും, എന്നിട്ട് നീ പുതിയ ജീവിതം ജീവിക്കേ. ഇതും കൂടി ആയപ്പോൾ ഗൗതമൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അപ്പോൾ വസുവിൻ്റെ നേർക്ക് കഴിച്ചു കൊണ്ടിട്ട് ചോദിക്കുക, നിർത്തുണ്ടോ നിങ്ങൾ? ഇനിയൊരു അക്ഷരം നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മനുഷ്യനായിരിക്കില്ല എന്നും പറഞ്ഞിട്ട് രണ്ട് കൈയും കൊണ്ട് വസുവിൻ്റെ കഴുത്ത് ഞെരിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ പിന്നെ കിടക്കുന്നുണ്ട്. നിങ്ങളെന്താ പറഞ്ഞേ? നിങ്ങളെനിക്ക് പുതിയ ജീവിതം തരാൻ പോകാന്നോ? നിങ്ങളെ എനിക്ക് പണം നൽകി വാങ്ങിത്തരുന്ന ലക്ഷറി ലൈഫിനേക്കാളും സുഖമായിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കണേ. ഇത് നോക്ക്, നിങ്ങളെന്നെ എങ്ങനെ പണം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് പഠിപ്പിച്ചത്, പക്ഷെ നിധി അതല്ല, എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് അവളെന്നെ പഠിപ്പിച്ചത്. നിങ്ങളെന്നെ ചിലപ്പോൾ വീണ്ടും നമ്പർ 1 ബിസിനസ്മാനാക്കി മാറ്റിയേക്കാം. നിങ്ങളില്ലെങ്കിലും ഞാൻ ജീവിക്കും, പക്ഷേ നിധി അവളുടെ സ്നേഹമില്ലാണ്ട് ഒരു സെക്കൻഡ് പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോഴൊക്കെ ശിവാനിക്ക് അരച്ചു കയറുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തത്ര വിവരമില്ലേ? പൈസ കൊടുത്തിട്ട് ഭാര്യനെയും ഭർത്താവിനെ അകറ്റാൻ നോക്കണേ.
ഇത് നോക്ക്, നിങ്ങൾ പണം വേണോ നിധി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പണം തൂക്കി എറിഞ്ഞിട്ട് ഞാൻ നിധീനെ മേടിക്കും. ഇതാ പണം തൂക്കി എറിഞ്ഞിട്ട്, പക്ഷേ എൻ്റെ നിധീനെ ഇനി എങ്ങനെ ഞാൻ കണ്ടെത്തുമെന്ന് എനിക്കറിയില്ല. ഇതാ നിങ്ങൾ കൊടുത്ത് 2 കോടി ഞാൻ വലിച്ച് എറിഞ്ഞിട്ടുണ്ട്, ഇനിയും വേണമെങ്കിൽ ഞാൻ സമ്പാദിച്ചു തരാം, എൻ്റെ നിധീനെ എനിക്ക് തിരിച്ചു താ എന്നും പറഞ്ഞിട്ട് ഗൗതം ഭയങ്കര ബഹളാണ് കേട്ടോ അവിടെ. നിധി ഇപ്പോൾ എവിടെയുണ്ട് എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ നിധീനെ എങ്ങാനും കിട്ടാതിരുന്ന എന്ന് ചോദിച്ചിട്ട് ഗുജായി ശബ്ദം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഗൗതം വസുവിൻ്റെ കഴുത്ത് പിടിക്കാൻ പോകുന്നുണ്ട്. വസു പകച്ചു നിൽക്കണ പോലെ നിൽക്കണം കേട്ടോ, ഗൗതമിൻ്റെ മുഖത്തേക്ക് തന്നെ അങ്ങനെ നോക്കിയിട്ട്. അപ്പോഴേക്കും ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നിധി ഓടി കയറി വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. എന്നിട്ട് ഉറക്കെ വിളിക്കുന്നുണ്ട് ഗൗതത്തിനെ. നിധി കണ്ടപ്പോൾ നമ്മുടെ പാറുവിനും പ്രണവിനും ഭയങ്കര സന്തോഷമായി. ഈ ശിവാനിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. നിധി ഓടി വന്ന് കണ്ടപ്പോൾ ഗൗതം വേഗം കെട്ടിപ്പിടിച്ചു കേട്ടോ. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ പ്ലാനൊക്കെ വേസ്റ്റായി എന്ന് തോന്നണേ, ഇവളിപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് വന്നത് ഒന്നും മനസ്സിലാവണില്ലല്ലോ. അപ്പോൾ പാറു പറയുന്നുണ്ട്, നല്ല കാര്യം മോളെ നീ ഇപ്പോൾ വന്നത്, ഇല്ലെങ്കിൽ വസുന്ധരനെ എന്താ ഗൗതം ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗൗതം ചോദിക്കേണ്ട നിധിയുടെ അടുത്ത്, നിധി നീ എവിടേക്ക് പോയതാ, എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? ഇവർ പറഞ്ഞു കേട്ടിട്ട് നീ എന്നെ വിട്ടുപോകാൻ തീരുമാനിച്ചല്ലേ? ആരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നിന്റെ ബുദ്ധി എവിടെ പോയി? നീ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കാൻ നിനക്ക് അറിഞ്ഞൂടെ? അപ്പം നിധി പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ലേ ഗൗതം, എന്തായാലും ഞാൻ വന്നല്ലോ. അപ്പോൾ ഗൗതം ചോദിക്കേണ്ട വസുവിൻ്റെ അടുത്ത്, ഇപ്പം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ എന്താ വിചാരിച്ച പൈസ തന്നിട്ട് ഞങ്ങളെ പിരിക്കാമെന്നോ? കണ്ടില്ലേ, എൻ്റെ നിധി എന്നെ തേടി വന്നു, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് നിധീനെ അങ്ങനെ ഗൗതം ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഇത് പണത്തിൽ വന്ന ബന്ധമല്ല, റേസിയായിട്ട് നിങ്ങൾക്ക് പണം കൊണ്ട് ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല, എത്ര കോടി നിങ്ങൾ കെട്ടി തന്നാലും ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഒരിക്കലും പിരിയൂല എന്നും പറഞ്ഞിട്ട് വസുവിന് മുമ്പിൽ വെച്ചിട്ട് നിധിനെ ഇങ്ങനെ ചേർത്ത് മുറുക്ക പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഗൗതം. നിങ്ങളിനി എത്ര പണക്കാരി സുന്ദരീനെ കൊണ്ടുവന്നാലും എൻ്റെ നിധിക്കൊപ്പം എത്തില്ല, നിങ്ങൾ തന്നെ ആഡംബര ജീവിതമൊന്നും എനിക്ക് ആവശ്യമില്ല, ഒരു ആഡംബരമില്ലാത്ത ഈ ജീവിതം അത് എനിക്ക് മതി. അപ്പോൾ വസു ദേഷ്യം വന്നിട്ട് നിധിയെ നോക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താടി പൈസ തന്നാൽ ഞാൻ ഗൗതമിനെ വിട്ട് പോകാമെന്ന് പറഞ്ഞതല്ലേ, നിനക്കൊന്നൊരു നാണമില്ലേ? കാര്യം നടക്കാൻ വേണ്ടി രാജശേഖരനെ കൊണ്ട് എന്നെ പണം ഒളിപ്പിച്ചിട്ട് ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ ഗൗതമിനോട് വന്ന് ഒട്ടി, നീയൊക്കെ എന്ത് പെണ്ണാടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയണ്ട്, ദേ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് എന്തോ പറയാൻ വരുമ്പോഴേക്കും മിണ്ടരുത്, നടന്നതൊന്ന് ഗൗതമിൻ്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി പറഞ്ഞു കൊടുത്തിട്ട് വന്നിരിക്കുക. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? പ്ലാൻ ചെയ്തിട്ട് എന്നെയും ഗൗതമിനെയും തമ്മിൽ വഴക്കുണ്ടാക്കാം അല്ലേ? അപ്പം നിധി ദേഷ്യം വന്നിട്ട് പറഞ്ഞു, വെറുതെ വായിക്ക് തോന്നുന്നതൊന്നും പറയരുത്, ഞാൻ സത്യം ചെയ്തതും ഗൗതമിനെ വിട്ട് പിരിയാൻ തീരുമാനിച്ചതും ഒക്കെ സത്യമാണ്. എന്നാൽ ഗൗതം സ്കൂളിൽ വന്നപ്പോൾ എല്ലാം ഗൗതമിന് മനസ്സിലായി. അപ്പോൾ ഗൗതം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഗൗതമിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു അബദ്ധം വരാതിരിക്കാനാണ് ഞാൻ ഓടി വന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. അപ്പോൾ വസു പറയുന്നുണ്ട്, ഓ ഇത് ഞാൻ വിശ്വസിക്കണോ? എൻ്റെ മോനെ കൊണ്ട് എനിക്കൊരു അബദ്ധം വരില്ല, എൻ്റെ മോൻ്റെ ആപത്ത് തന്നെ നീയാണ്. നിങ്ങൾ പൈസ കൊടുത്താൽ ഞാൻ ജോലി നിർത്തിയിട്ട് പൊക്കോളാം എന്നും പറഞ്ഞിട്ട് കൈനീട്ടി പൈസ മേടിച്ചിട്ട് ഇപ്പോൾ കള്ളസത്യം ചെയ്ത് വന്നിരിക്കുക അവള്. നിധി ഒരു സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യമായിരിക്കും, പക്ഷേ ഇത് ഞാൻ പറഞ്ഞതല്ല ഗൗതമിൻ്റെ അടുത്ത്, അതിനെന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് വസുവിനെ ചീത്ത പറയണം കേട്ടോ നിധി. അതിൻ്റെ ഇടയ്ക്ക് ശിവാനി കയറി വന്നിട്ട് പറയണ്ടോ, നീ വലിയ യോഗ്യ പോലെ സംസാരിക്കണ്ട, നിനക്ക് കുട്ടിയില്ലാത്ത അസൂയിക്കല്ലടി നീ എനിക്ക് മരുന്ന് തന്നിട്ട് എൻ്റെ കുട്ടി കളയാൻ നോക്കിയത്, ഇപ്പോഴും നീ ആൻറ്റീനെ കള്ളസത്യം ചെയ്തിട്ട് ചതിച്ചു തന്നെയാന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഗൗതമിന് ദേഷ്യം വന്ന് ഗൗതമൻ ശിവാനിനെ ചീത്ത പറയണ്ടിട്ടോ, വായ തുറക്കരുത് നീ. അപ്പോൾ പ്രണവും ചീത്ത പറയണ്ട ശിവാനിനെ, മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് വസു നേരെ തിരിച്ചിട്ടാണ് കേട്ടോ. വസു പറയണത് ഗൗതമിനെയും വസുവിനെയും തമ്മിൽ പിരിക്കാൻ നിധി നോക്കി എന്നുള്ളതാണ്. എന്തായാലും വസുവിനോടുള്ള ദേഷ്യം ഒന്നുകൂടി കൂടിയിട്ടേ ഉള്ളൂ നമ്മുടെ ഗൗതമിന്. അതിനിടയ്ക്കിട്ട് വസു പറയുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ കൊണ്ട് തന്നെയാടി നിനക്ക് നിൻ്റെ വയറ്റിലൊരു കുട്ടി പോയിട്ടൊരു പുഴു പോലും ഉണ്ടാവാത്തെ. ഗൗതം ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ വസുവിൻ്റെ അടുത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ തണലിലെല്ലാം ഞാൻ വളർന്നേന്ന് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ നാണക്കേട തോന്നണേ. ഗൗതം ചോദിക്കുന്നുണ്ട്, ഞാൻ ആരും ഇല്ലാത്തവനാണ് സമ്മതിച്ചു, അതുകൊണ്ട് എന്ന് നിങ്ങളുടെ കാലടിയിൽ തന്നെ കിടക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു, നിങ്ങൾ അങ്ങനെ തെറ്റായ കണക്കൊന്നും നിങ്ങൾ കൂട്ടണ്ട, ഇതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട് വിട്ടു പോയത്. അന്ന് നിങ്ങൾ ആളെ വെച്ച് എന്നെ കൊല്ലാൻ നോക്കി, ഇപ്പം എൻ്റെ നിധിനെ പിരിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കി. നിങ്ങളുടെ സഹായം കൊണ്ടൊന്നും എനിക്ക് ജീവിക്കേണ്ട, ഞാനും നിധിയും കൂടിയിട്ട് അധ്വാനിച്ച് എന്നെ ജീവിച്ചോളാം. ഇതൊക്കെ പറഞ്ഞിട്ട് ഗൗതം ദേഷ്യം വന്നിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പാറുൻ്റെ അടുത്ത് പറഞ്ഞു, പാറു ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രണവും പാറും പിടിച്ച് വലിക്കുന്നുണ്ട്, പോണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നെ കൊണ്ട് ഇനി ഒരു നിമിഷത്തോടെ നിൽക്കാൻ പറ്റില്ല എന്നിട്ട് ഗൗതം ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറും പ്രണവൊക്കെ പറയുന്നുണ്ട്, നിധിയുടെ അടുത്തും പറയുന്നുണ്ട് എന്ന് ഗൗതമിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാനെന്ത് പറയാനാ, ന്യായമുള്ള കാര്യത്തിനല്ലേ ഗൗതം ദേഷ്യപ്പെട്ടിരിക്കണേ. പ്രണവും പിടിച്ച് വലിക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രണവേ, എൻ്റെ നിധിനെ ആര് വെറുത്താലും എനിക്കത് ഇഷ്ടാവില്ല, അങ്ങനെ വെറുക്കുന്നവരുള്ളടത്ത് ഞാനിരിക്കില്ല. ഇപ്പോഴും വസു പിന്നെ തന്നെയാണ് കേട്ടോ ഗൗതമിൻ്റെ അടുത്ത് പറയണത്, ഏട്ടാ നിനക്കായിട്ടാണ് മോനെ ഞാൻ ജീവിക്കണത്, നിന്നെ ഞാൻ കെഞ്ചി പറയണം നീ പോവരുത്. അപ്പോൾ ഗൗതം ചോദിക്കേണ്ടത്, എന്ത് എനിക്കായിട്ടാണോ നിങ്ങൾ ജീവിക്കണമെന്നോ? ഇപ്പം തന്നെ നിധിനെ എന്നെ കൂടി പിരിക്കാൻ നോക്കി, ഇനി ഇവിടെ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളവളെ കൊല്ലും, എനിക്ക് എൻ്റെ നിധിയുടെ കൂടെ 100 വർഷം ജീവിക്കണം, ഞങ്ങൾ ജീവിക്കും. അങ്ങനെ ഗൗതം നിധിനെ വലിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നാലെ വരുന്ന കാലി പിടിച്ച പോലെ പറയുന്നുണ്ട് നമ്മുടെ പാറും പ്രണവും, പക്ഷേ നിൽക്കാതെ ഇറങ്ങി പോരുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. നമ്മുടെ ഗൗതം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോയിൽ റിപ്പോർട്ടൊക്കെ ഓക്കെ ആക്കി കിട്ടിയിട്ട് അത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. CKCക്ക് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.